ഗ്രീൻ പീസ് കറി. ഇതിലേക്ക് നമുക്ക് വേണ്ട സാധനങ്ങൾ 3 പൊട്ടറ്റോ ഒരു മീഡിയം പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തത്, 100 ഗ്രാം ഫ്രോസൺ ഗ്രീൻ പീസ്, ഒരു തക്കാളി ചോപ്പ് ചെയ്തെടുത്തത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്, ഒരു ചെറിയ സവോള സ്ലൈസ് ചെയ്തെടുത്തത്, പച്ചമുളക് ആവശ്യത്തിന്, വേപ്പിൻ്റെ ഇല, ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ. ഇനി കറിയിലേക്ക് വേണ്ട മസാല: മുളക് പൊടി ആവശ്യത്തിന്, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കടുക്, 1/2 ടേബിൾ സ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി. കറിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല കട്ടിയുള്ള ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് നമുക്ക് കടുക് ഇട്ടിട്ട് ആദ്യം ഒന്ന് പൊട്ടിക്കാം. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, സവോള, വേപ്പിൻ്റെ ഇലയും പച്ചമുളക് ഇട്ടിട്ടൊന്ന് വഴറ്റാം. സവോള ഒന്ന് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇപ്പോൾ മഞ്ഞൾപ്പൊടി മുരിഞ്ഞിട്ട് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ആ മഞ്ഞൾപ്പൊടിയുടെ കുത്തൊക്കെ പോയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. ഇനി ഈ മല്ലിപ്പൊടി എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൊരിയണം, അല്ലെങ്കിൽ നമുക്ക് കറി വയ്ക്കുമ്പോൾ പച്ചമല്ലിയുടെ കുത്തെടുക്കും. മല്ലിപ്പൊടി നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം. മുളക് പൊടി നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ജീരകത്തിൻ്റെ പൊടി ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ഗരം മസാല പൊടി ചേർക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ മസാലപ്പൊടികളും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കാം. തക്കാളിയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി നമുക്ക് ചെറുതീയിൽ ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് തക്കാളി ഒന്ന് വേവിക്കും. അപ്പോൾ നമ്മുടെ തക്കാളി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊട്ടറ്റോ ഗ്രീൻ പീസും ചേർക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഇത് ആദ്യം ഒന്ന് വേവിക്കും. ഇത് പകുതി വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർക്കാം. ഇത് മൂടി വെച്ചിട്ട് നമുക്ക് വേവിക്കാം. ഇതൊരു പകുതി വേവായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. ഉരുളക്കിഴങ്ങൊക്കെ പകുതി വേവായിട്ട് ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. ഈ കറിയിൽ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമ്മൾ തക്കാളി വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പിട്ടുണ്ടായിരുന്നു. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് കറി ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് വേവിക്കാം.
ഇപ്പോൾ പൊട്ടറ്റും ഗ്രീൻ പീസൊക്കെ വെന്തിട്ടുണ്ട്. ഈ കറിയിൽ നമ്മൾ പൊട്ടറ്റോ ഇടുമ്പോൾ പുഴുങ്ങിയ പൊട്ടറ്റോ ഇടുന്നേക്കാളും നല്ലത് ഇങ്ങനെ ഇടുന്നതായിരിക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുഴുങ്ങിയ പൊട്ടറ്റോ ഇട്ടുണ്ടെങ്കിൽ ആ പൊട്ടറ്റോ പെട്ടെന്ന് അങ്ങോട്ട് ഉടഞ്ഞു പോകും, അതിൻ്റെ ഉള്ളിലേക്ക് മസാലയൊന്നും തീരെ പിടിക്കില്ല. നമ്മുടെ കറിയുടെ ഗ്രേവിക്ക് ചെറുതായിട്ട് തിക്കായിട്ടുണ്ട്. കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് പൊട്ടറ്റോ കറി റെഡി ആയിട്ടുണ്ട്.